കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ 7ാം ദിനവും തുടരുന്നു. ലോറി കരയിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ച് സൈന്യം. ISRO ഉപഗ്രഹ വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, തിരച്ചിൽ 7ാം ദിവസവും തുടരുകയാണ്. വളരെ പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. നേരത്തെ ഇപ്പോൾ അർജുന്റെ അമ്മയുടെ പ്രതികരണം നമ്മൾ കേട്ടു. വളരെ വൈകാരികമായാണ് അവർ പ്രതികരിച്ചത്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണോ? കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിനായി ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ലഭിച്ച വിവരങ്ങൾക്കനുസരിച്ച് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്. ഇനിയും നാളെ ഈ ബാക്കി രക്ഷാപ്രവർത്തനം തുടരും. എന്തായാലും ഒരു അല്പസമയം മുമ്പ് അർജുൻ്റെ കുടുംബത്തിൽ നിന്നും അതൃപ്തികരമായ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ അതൃപ്തികരം എന്ന നിലയ്ക്കുള്ള ഒരു പ്രതികരണമാണ് അർജുൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചത്. അതായത് സൈന്യം മകനെ കണ്ടെത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, എന്നാൽ അവർക്ക് യാതൊന്നും ചെയ്യാനായില്ല. അതേപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രായേൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകാനും ചെന്നിരുന്നു. അവരും പോയത് അന്വേഷണത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഈ രഞ്ജിത്തും അവിടെ എത്തിയത്. അതേപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ തങ്ങൾക്ക് വളരെയധികം സഹതാപമുണ്ട്, വിഷമമുണ്ട് എന്നുള്ള തരത്തിലും അർജുൻ്റെ അമ്മ പ്രതികരിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട്. അതേപോലെ തന്നെ വാഹനം അർജുൻ നിന്നിരുന്ന വാഹനം അവിടെ ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണോ എന്നുള്ള തരത്തിലും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അർജുൻ്റെ കുടുംബം. എന്തായാലും അവിടെ എത്തുന്ന ആൾക്കാരെ പോലും ആട്ടിയകറ്റുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നാണ് കുടുംബം പ്രതികരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ 7ാം ദിനം എന്നുള്ള നിലയ്ക്ക് തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടന്നിരുന്നു. എന്നാൽ അതിൽ ആദ്യം കരയിൽ തന്നെ വീണ്ടും ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്ത് വീണ്ടും അത് തപ്പിപ്പോയിരുന്നു. എന്നാൽ ഇന്നലെ തന്നെ കിട്ടിയ ഒരു 3 സിഗ്നലുകൾക്കനുസരിച്ച് ഇത് കരയിലില്ല, പുഴയുടെ തീരത്തേക്കാണ് എന്നുള്ള തരത്തിലും നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ കരയിൽ നിന്നും വീണ്ടും പുഴയുടെ തീരത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയും കൂടുതൽ വിശദമായ അന്വേഷണം അല്ലെങ്കിൽ വിശദമായ പരിശോധനകൾ തന്നെ തുടരേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഈ പുഴയുടെ തീരത്തുനിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സിഗ്നൽ ലഭിച്ചില്ലെങ്കിൽ വീണ്ടും തിരിച്ച് പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തേണ്ട ഒരു അവസ്ഥയാണ്. അതുമാത്രമല്ല, പുഴയിൽ കൂടി നിൽക്കുന്ന മൺകൂനയിൽ കൂടി പരിശോധിക്കേണ്ട ഒരു അവസ്ഥയാണ്. നാളെ വീണ്ടും തിരച്ചിൽ തുടങ്ങും. പരിശോധനയിൽ തൃപ്തിയില്ലെന്നാണ് അർജുന്റെ മാതാവ് പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കാളിദാസൻ.